സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ജനങ്ങൾ സമരം ചെയ്ത് കൊണ്ടുവന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം. സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികൾ, കർഷകർ ഇവരെല്ലാവരും ചേർന്ന് നിരന്തരമായി സമരം ചെയ്ത് അറിയാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത് ഇൻഫർമേഷൻ സത്യാഗ്രഹങ്ങൾ നടത്തി കൊണ്ടുവന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം. ഭരണഘടനയിലെ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 19(1)(a ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിനുള്ള നമ്മളുടെ മൗലികമായ അവകാശം നൽകിയിരിക്കുന്നു. ഈ മൗലിക അവകാശം സാധ്യമാക്കണമെങ്കിൽ, ഈ മൗലിക അവകാശത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ അറിവുള്ള പൗരന്മാർ ഭരണത്തിൻ്റെ സമസ്ത മേഖലകളിലും പോളിസി ഫോർമേഷൻ്റെ സമസ്ത മേഖലകളിലും കാര്യവിവരത്തോടുകൂടി ഇടപെടുന്ന ഒരു ജനാധിപത്യ ക്രമം ഉണ്ടായി വരണം. അതിനുവേണ്ടിയുള്ള സാധാരണ മനുഷ്യരുടെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സമരത്തിൻ്റെയും എഫർട്ടിൻ്റെയും ഭാഗമായിട്ടാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പൂർണ്ണമായി അംഗീകരിച്ച് ഐകകണ്ഠേന പാസാക്കിയ അപൂർവം നിയമങ്ങളിലൊന്നാണ് വിവരാവകാശ നിയമം. ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പൗരന്മാരെ ശക്തരാക്കുന്നു. ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ തേടാനും അവരെ അക്കൗണ്ടബിൾ ആക്കാനുമുള്ള ശക്തമായ ആയുധമായി, ടൂളായി, നിയമപരമായി പൗരന്മാർക്ക് ആവശ്യപ്പെടാവുന്ന ഒരു വലിയ അവസരമായി ജനാധിപത്യത്തെ ആ അർത്ഥത്തിൽ ജനങ്ങളുടേതായ, ജനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള, കാര്യങ്ങൾ അറിഞ്ഞ് തീരുമാനമെടുക്കാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കാണ് വിവരാവകാശ നിയമം വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം അത് പാസാക്കിയ ഉടനെ തന്നെ ഈ നിയമത്തിന് ഇത്രയും ശക്തി പൗരന്മാർക്ക് നൽകുന്നത് അപകടകരമായിരിക്കും എന്നുള്ളത് ഭരണവർഗം മൊത്തത്തിൽ തിരിച്ചറിഞ്ഞു. ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമല്ല. ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും എല്ലാ കാലവും മറച്ചു വയ്ക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാവും. പക്ഷേ പൗരന്മാർ, ഈ രാജ്യത്തെ കാര്യങ്ങൾ ഭാഗധേയം തീരുമാനിക്കുന്ന പൗരന്മാർ, വി ദ പീപ്പിൾ ഹു കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്ത്യ, ഈ രാജ്യത്തെ ഉണ്ടാക്കിയെടുത്ത, ഈ രാജ്യത്തെ ഡിഫൈൻ ചെയ്ത പൗരന്മാർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടാവുകയും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. ആ തരത്തിൽ വന്ന ഈ നിയമത്തിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കം മുതൽ ഇല്ലായ്മ ചെയ്യാനും തുടക്കം മുതൽ അതിൻ്റെ പല്ലും നഖവും ഇല്ലാതാക്കാനുമായിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നു വന്നത്. ഈ ശ്രമങ്ങളെല്ലാം ജനങ്ങൾ തുടർച്ചയായ നിരന്തരമായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ ചെറുത്തു തോൽപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ഇപ്പോഴൊരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. DPDP ആക്ട് എന്ന പേരിൽ, പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ പുതിയൊരു നിയമം കൊണ്ടുവന്ന് വിവരാവകാശ നിയമത്തെ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അമെൻമെൻറ്റിന് വിധേയമാക്കുന്നത് വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രക്ഷോഭണം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട്, ആ ചരിത്രപരമായ പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണാധികാരികൾ വേറൊരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ ഉപയോഗിച്ച് വിവരാവകാശ നിയമത്തിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ദിനങ്ങളിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഇത് പ്രതിപക്ഷം ബഹിഷ്കരിച്ച ഒരു സമയത്ത് പാർലമെൻറ്റിൽ ഈ നിയമം പാസാക്കി. അതിനെ തുടർന്ന് അതിൻ്റെ ചട്ടങ്ങൾ ഈ മാസം 13-ാം തീയതി 2025 നവംബർ 13-ാം തീയതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഈ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആക്ട് എന്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളെല്ലാം 1 വർഷവും 1.5 വർഷവും കഴിഞ്ഞൊക്കെ നിലവിൽ വരികയുള്ളൂ. പക്ഷേ പുതിയ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8(1)(j) പ്രകാരമുള്ള വ്യക്തിഗത വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളെ പൂർണ്ണമായും വെട്ടിമാറ്റിയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായ, വളരെ വിവരാവകാശ നിയമത്തെ ഒരുപക്ഷെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഗൗരവമായ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിലെ പ്രധാന വ്യവസ്ഥകൾ 1 വർഷവും 1.5 വർഷവും കഴിഞ്ഞ് നിലവിൽ വരുമ്പോൾ
അതിനകത്തെ 44(3) എന്ന വ്യവസ്ഥ, വിവരാവകാശ നിയമത്തെ ഇല്ലാതാക്കാനുള്ള വ്യവസ്ഥ, അത് ഏറ്റവും പെട്ടെന്ന് 2025 നവംബർ 13 തന്നെ നിലവിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു വിജ്ഞാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം വിവരാവകാശ നിയമത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് ഈ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ പേരിൽ കൊണ്ടുവന്ന നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും വ്യക്തികളുടെ വിവരങ്ങൾ, അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംരക്ഷിക്കാനാണെന്ന്. ആക്ച്വലി ഇപ്പം തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ 8(1)(j) പ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം വിവരാവകാശ നിയമത്തിലുണ്ട്. ആ നിയമം എന്താണ് പറയുന്നത്? പൊതു താൽപ്പര്യവും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ വ്യക്തികളുടെ വിവരങ്ങൾ നൽകേണ്ടതില്ല. പക്ഷേ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പൊതു താൽപ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തിഗത വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ ഇതെന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന്, നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു റോഡ് പണി നടക്കുകയാണ്. നമ്മൾ റോഡ് പണി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ്. കോൺട്രാക്ടറും പഞ്ചായത്തുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വയ്ക്കുകയാണ്. ഈ എഗ്രിമെൻ്റ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് വ്യക്തിഗതമായ ഒരു എഗ്രിമെൻ്റ് ആണോ അതോ പൊതുപ്രവർത്തനവുമായി പൊതുകാര്യവുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ആണോ? സ്വാഭാവികമായിട്ടും ഇത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ്. സർക്കാരിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ, പഞ്ചായത്തിൻ്റെ, പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു റോഡ് പണിയുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റാണ്. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8(1)(j) പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി, ഈ എഗ്രിമെൻ്റ് പ്രകാരം ഈ വ്യക്തി ചെയ്തിട്ടുള്ള വർക്കിൻ്റെ വിശദാംശങ്ങൾ, ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ നൽകണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അതേ കോൺട്രാക്ടറുടെ തന്നെ കുടുംബകാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മറ്റ് സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ചോ ഒരു വിവരം ചോദിച്ചാൽ നൽകേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പൊതു താൽപ്പര്യവുമായോ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി ഇടപെടുന്ന കാര്യങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളാണെങ്കിലും അത് നൽകണം. ഇപ്പോഴത്തെ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ട് കൊണ്ടുവരുന്ന അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അയാളും പഞ്ചായത്തുമായിട്ട് വെച്ചിട്ടുള്ള എഗ്രിമെൻ്റ് അടക്കമുള്ളത് വ്യക്തിഗത വിവരമാണെന്നുള്ള വിവക്ഷയിലേക്ക് വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുപണം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി ഒരു കോൺട്രാക്റ്റ് വർക്ക് ചെയ്ത കാര്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചാൽ അത് ഇനി മുതൽ ഈ അമെൻമെൻറ്റിന് ശേഷം ലഭ്യമാകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ വ്യക്തിഗതമെന്ന് പറയപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ പൊതുപ്രവർത്തനവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ അവർ ഇലക്ഷൻ, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷന് പോകുന്നതിന് മുമ്പ് അവരുടെ നോമിനേഷനൊപ്പം തന്നെ അവരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നത് എന്തുകൊണ്ടാണ്? ജനപ്രതിനിധികളായിട്ട് ആ പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അഴിമതിയിലൂടെയും മറ്റും പണം സമ്പാദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടലും അതിനെ തുടർന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് MLA-യുടെയും MP-യുടെയും പഞ്ചായത്ത് മെമ്പറിൻ്റെ അടക്കമുള്ള ഒരു സമയത്തുള്ള സാമ്പത്തികാവസ്ഥ, അവർ ഭരണത്തിലിരുന്ന ശേഷമുള്ള സാമ്പത്തികാവസ്ഥ, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആകേണ്ടതാണ്. ഇനി അതങ്ങോട്ട് വ്യക്തിഗത വിവരം എന്നുള്ള ബ്രാക്കറ്റിൽ ഇത് ഒഴിവാക്കുകയാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ വ്യക്തിഗത വിവരം എന്ന് പറയുന്ന കാര്യം നമ്മളുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(2) അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ സംബന്ധിക്കുന്ന കാര്യം, അവരുടെ മൊറാലിറ്റിയെ സംബന്ധിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വിളമ്പേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വിവരാവകാശ നിയമത്തിലെ 8(1)(j) ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നത്. അതായത് സ്വകാര്യതയും പൊതു താൽപ്പര്യവും തമ്മിലുള്ള ഒരു സമന്വയം അവിടെ സാധ്യമാക്കി. ഇപ്പോഴത്തെ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, DPDP ആക്ട് പ്രകാരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ,
പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ആക്കുകയാണ്. ഇനി ഇതിന് ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ആക്ട് പ്രകാരം, DPDP ആക്ട് പ്രകാരം വ്യക്തി എന്നുള്ള ഡെഫിനിഷനിൽ നമ്മൾ കരുതുന്നത് പോലെ ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല വരുന്നത്. ഒരു അൺഡിവൈഡഡ് ഹിന്ദു ഫാമിലി വരും, ഒരു കമ്പനി വരും, സ്റ്റേറ്റ് വരും. അങ്ങനെ വരുമ്പോൾ ഒരുവിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റേറ്റ് വരുമെന്ന് പറയുമ്പോൾ സർക്കാരിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന്, സംസ്ഥാന സർക്കാരുകളിൽ നിന്ന്, കേന്ദ്ര സർക്കാരുകളിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ വ്യക്തിഗത വിവരം എന്നുള്ള ബ്രാക്കറ്റിലേക്ക് മാറ്റുകയാണ്. പ്രാക്ടിക്കലി ഒരു വിവരവും ഇനി ലഭ്യമാകാനുള്ള സാധ്യത വളരെ വളരെ കുറയുകയാണ്. ഇനി ഇതിൻ്റെ മറുവശവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ വിവരം നൽകിയില്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ അപ്പീൽ പോകും, രണ്ടാം അപ്പീൽ പോകും. വിവരാവകാശ കമ്മീഷൻ പരമാവധി ഫൈൻ കൊടുക്കാവുന്നത് 25,000 രൂപയാണ്. ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിലെ DPDP ആക്ട് പ്രകാരം ഒരു വ്യക്തിയുടെ വിവരം തെറ്റായി നൽകുന്ന സാഹചര്യം വന്നാൽ ഡേറ്റ ഫിഡ്യൂഷ്യറിക്ക് ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ ഇതെന്താണെന്ന് അതിൻ്റെ നിയമത്തിൻ്റെ ഭാഷയിൽ എന്താണെന്നൊക്കെ ഉള്ള പുറകെ മനസ്സിലാക്കാം. പക്ഷേ ബേസിക്കലി ഈ ഡേറ്റ കയ്യിൽ വെച്ചിരിക്കുന്ന ആളിന് 200 കോടി രൂപ മുതലാണ് ഫൈൻ അടയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അവരുടെ ഒരു തരത്തിലും അവർ കൺഫ്യൂഷനിൽ വന്നിരിക്കുന്ന സമയത്ത് പോലും അവർ 25,000 രൂപയ്ക്ക് പോവോ 200 കോടി രൂപയ്ക്ക് പോവോ ഒരു ചാൻസ് പോലും ആരും എടുക്കുകയില്ല. അപ്പോൾ ഫലത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? ഈ നിയമം ഏകദേശം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു വച്ചിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ 2005 വന്ന നിയമത്തിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാമെന്നുള്ള ദീർഘമായ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഭരണകൂടം, ഇപ്പോഴത്തെ ഭരണ സംവിധാനം അവരെത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഉത്തരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഇന്ത്യയിലെ ആളുകളുടെ മൗലിക അവകാശത്തെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഒരു നിയമം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ച ഇതിലും ഭയങ്കരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റപ്പെടാൻ പോവുകയാണ്. അതിനെ ഒന്നും ചെയ്യുകയില്ല, പക്ഷെ മറ്റ് നിയമങ്ങൾ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുകയാണ്. നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ജനാധിപത്യത്തിൽ നിന്ന് നമ്മളുടെ മൗലിക അവകാശങ്ങളെ, ഭരണഘടന നൽകുന്ന എല്ലാ പ്രൊട്ടക്ഷനുകളെയും ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വിവരാവകാശം സംരക്ഷിക്കപ്പെടണം, പക്ഷേ അതിലും പ്രാധാന്യത്തോടു കൂടി ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. അതിനു വേണ്ടുന്ന ഒരു വലിയ തരത്തിലുള്ള ജനങ്ങൾ ഇതിനു മുമ്പ് വിവരാവകാശ നിയമത്തെ മാറ്റിയപ്പോഴൊക്കെ, അതിനെ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭണമുണ്ടായി, പ്രതിഷേധമുണ്ടായി. അത്തരത്തിലുള്ള പ്രതിഷേധം ഇനിയും ഉണർന്നു വരേണ്ടത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം നിലനിർത്തുന്നതിൻ്റെ അനിവാര്യതയാണ്. ഇതിലേക്കായി ഈ നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ, അരുണ റോയും മറ്റുമൊക്കെ നേതൃത്വം നൽകുന്ന ഈ ഒരു വലിയ ക്യാമ്പയിൻ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ദേശീയ വിവരാവകാശ കൂട്ടായ്മ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേരുകയും ചെയ്യേണ്ടത് അനിവാര്യതയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.